നമസ്കാരം. പോലീസ് നമുക്ക് പുല്ലാണ് എന്ന് DGP, മുൻ DGP ആണ് കേട്ടോ. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൻ്റെ കൊതിക്കുറവിലെ പുലഭ്യമാണ് എന്ന് മറ്റു ചിലർ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ? പോടാ പുല്ലേ പോലീസെ വിളിച്ച മുൻ ഉദ്യോഗസ്ഥയ്ക്ക് മറുപടിയുമായിട്ട് ഒരു റിട്ടയർഡ് DYSP രംഗത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അതിനകത്ത് പറയുന്ന പോലെ പോലീസിന്റെ ആത്മവീര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ആനുകാലിക സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങൾ നടക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായിട്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ, ആത്മാഭിമാനമുള്ള ഒരു പോലീസുകാരൻ രംഗത്ത് വരണ്ടേ? അങ്ങനെ അത്തരത്തിലൊരു പ്രതികരണവുമായിട്ട് റിട്ടയർ ചെയ്യപ്പെട്ട DYSP ആയിട്ടുള്ള നവാസ് VS എന്ന് പറയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം രംഗത്ത് സർവീസിൽ നിന്ന് വിരമിച്ചതിന്റെ 1ാം വാർഷികത്തിൽ അദ്ദേഹം പങ്കുവച്ച ഓർമ്മക്കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പോലീസിനെ തെറി വിളിക്കുന്ന മുൻ ഉദ്യോഗസ്ഥരെ തന്റെ സർവീസ് കാലത്തെ ഒരു അനുഭവം മുൻനിർത്തി അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത്. അതായത് IG-യുടെ സുഹൃത്തിനെ പൂട്ടിയ ഒരു കഥയാണ് അതിനകത്ത് പറയുന്നത്. നഗരത്തിൽ വ്യാപാരികൾ നടത്തിയ ഒരു സമരത്തിനിടെ നടന്ന സംഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. കടകൾ നിർബന്ധിച്ച് അടപ്പിക്കുവാൻ ശ്രമിച്ച സമരക്കാരെ തടഞ്ഞപ്പോൾ ഒരു പ്രമുഖ വ്യാപാരി നേതാവ് പോലീസിനെ ഭീഷണിപ്പെടുത്തി വിവരമറിയും, പണി പോകുമെന്നൊക്കെ അട്ടഹസിച്ചു. ഇയാളെയും കൂട്ടരെയും അദ്ദേഹം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് സഹപ്രവർത്തകൻ പറയുന്നത് അയാൾ അന്നത്തെ എറണാകുളം IG-യുടെ അടുത്ത സുഹൃത്താണ് എന്നാണ്. തുടർന്ന് IG തന്നെ ഫോണിൽ വിളിച്ചു. എന്നാൽ തൻ്റെ കീഴുദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തെ പിന്തുണച്ച IG, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി ചെയ്തു, നിയമപരമായി മുന്നോട്ട് പോവുക എന്നാണ് നിർദ്ദേശിച്ചതെന്നാണ് നവാസ് DYSP പറയുന്നത്, റിട്ടയർഡ് DYSP. അപ്പോൾ അത്തരത്തിൽ ആർജവമുള്ള മേലുദ്യോഗസ്ഥരും സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഇന്നത്തെ ഈ വിവാദങ്ങൾക്കുമുള്ളൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി നിന്ന് പോലീസിനെ അധിക്ഷേപിക്കുന്ന മുൻ ഉദ്യോഗസ്ഥരെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. സർവീസിലിരുന്നപ്പോൾ കാര്യമായ പണിയൊന്നും എടുക്കാത്തവരാണ് വിരമിച്ച ശേഷം രാഷ്ട്രീയ യജമാനന്മാരുടെ കാല് നക്കി പോലീസിനെ അപഹസിക്കുന്നത് എന്നുള്ളതാണ്. മുൻ പോലീസ് മേധാവിമാർ പോലും സ്റ്റേഷൻ ചവിട്ടി തുറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ലജ്ജാവഹമാണ് എന്ന് നവാസ് കുറിച്ചു വെക്കുന്നു. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ കൊതിക്കുറവ് അത് ചിലരിൽ മനോരോഗമായി മാറുന്നുണ്ട് എന്നുകൂടി അവരുടെ കുടുംബാംഗങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പരിഹസിക്കുകയാണ്. ഈ പോലീസിനെ ആക്രമിക്കുന്നവർക്കും റോഡ് ഉപരോധിക്കുന്നവർക്കും ഒക്കെ എതിരെ ദുർബലമായ ചാർജ് ഷീറ്റ് നൽകി കേസ് ഒതുക്കുന്ന രീതി അത് അവസാനിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് പ്രതികളെ കണ്ടെത്തി 4 കേസിൽ ഈ പറഞ്ഞ പോലെ അടപടലം കുറ്റപത്രം നൽകിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുക. അപ്പോൾ തനിക്ക് ഈ സമൂഹത്തിൽ വ്യക്തിത്വവും ബഹുമാനവും നൽകിയത് പോലീസ് യൂണിഫോമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വികാരഭരിതനായ ആ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. എത്ര ജന്മമുണ്ടായാലും തനിക്ക് ഈ യൂണിഫോം തന്നെ തിരിച്ചു വേണമെന്നും കണ്ണിന് കാഴ്ച കുറഞ്ഞ, പേശികൾക്ക് ബലം കുറഞ്ഞ ഒരു വയസ്സൻ കാവൽപ്പട്ടി ആയിട്ടെങ്കിലും എൻ്റെ ഡിപ്പാർട്ട്മെന്റിനെ ആരെങ്കിലും അകാരണമായി ആക്രമിക്കുമ്പോൾ പ്രതികരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്നും നവാസ് VS കുറിച്ചു വെക്കുന്നു. ഇതൊരു പോലീസുകാരനാണ്, അദ്ദേഹത്തിന് നമ്മളൊരു സല്യൂട്ട് നൽകുക തന്നെ വേണം. കാരണം പോലീസിലിരുന്ന് പോലീസിന്റെ പണിയെടുത്ത് സർക്കാരിന് സേവനം നടത്തി ആ കരമടച്ച പണം ശമ്പളമായി വാങ്ങി അതിൽ കൂറു കാണിക്കുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ ഒരു സല്യൂട്ട് കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയല്ലേ? കാരണം ഈ റിട്ടയർഡ് ആയിട്ടുള്ള DYSP വാങ്ങിയതിന്റെ 4 ഇരട്ടി തുക ഇപ്പോൾ പെൻഷനായി വാങ്ങുന്ന പല DGP-മാരും റിട്ടയർ ചെയ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പെട്ടെന്ന് ഈ കുന്തളിപ്പുണ്ടാകുന്നു. പെട്ടെന്ന് BJP-യിലേക്ക് എത്തുക, അതിൽ രാഷ്ട്രീയം കാണുക, രാഷ്ട്രീയ മേലാളന്മാരുടെ കാല് നക്കി ജീവിക്കുക എന്നൊരു തരത്തിലേക്ക് എത്തപ്പെടുന്നു. അതിനുശേഷം അവർ നിന്ന വകുപ്പിനെ തന്നെ, പോലീസ് വകുപ്പിനെ തന്നെ പോലീസ് നമുക്ക് പുല്ലാണ് എന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്നു. എന്തൊരു ഗതികേടാണ്! അതും പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ഉന്നത ശ്രേണിയിൽ ഇരുന്നവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നാണക്കേട്. അപ്പൊ പോലീസിനെ അപഹസിക്കുന്നവർ സ്വന്തം വീട്ടിലെ മാതാപിതാക്കളോട് ഉപയോഗിക്കുന്ന ഭാഷയാണ് തെരുവിലും പ്രയോഗിക്കുന്നത് എന്ന് കരുതി താൻ ആശ്വസിക്കാറുണ്ട് എന്ന് കൂടി റിട്ടയർഡ് DYSP ആ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. സത്യമേവ ജയതേ എന്ന് കുറിച്ചുകൊണ്ടാണ് പോലീസുകാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഈ കുറിപ്പ് അവസാനിക്കുന്നത്. എല്ലാ പോലീസുകാരും ഇങ്ങനെയാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല, പക്ഷേ ഉള്ളവരിൽ ഒരു 90% ഇങ്ങനെ ആകണം. നവാസിനെ പോലെ അവർ വാങ്ങിയ അല്ലെങ്കിൽ അവർ പണിയെടുത്ത ആ ജോലിയോട് കൂറ് പുലർത്തുക, എന്താണോ ചെയ്തു കൂട്ടിയത് അതിനെ ആത്മാഭിമാനത്തോടുകൂടി കണ്ടുവണങ്ങുക. സർക്കാരിന്റെ കൂടെ നിന്ന് സർക്കാരിന്റെ പണം കൈപ്പറ്റി ശമ്പളം വാങ്ങി മുന്നോട്ട് പോയവർ
ഇന്നും നാളെയും ഇന്നുമൊക്കെ അതേ സർക്കാരിൻ്റെ പണം പെൻഷനായി വാങ്ങിയിട്ടും അത് പോക്കറ്റിലിട്ടുകൊണ്ടാണ് പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഇതുപോലെ പോടാ പുല്ലേ പോലീസെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. പോലീസ് നമുക്ക് പുല്ലാണ് എന്ന് പറഞ്ഞെത്തപ്പെടുന്ന DGPയെ കാണുമ്പോൾ നാണക്കേടാണ്. മാത്രമല്ല ഇതുപോലുള്ള DGPമാർ നമുക്ക് വേണമായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ DGPമാർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷനൊക്കെ തിരികെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഈ DGPമാർക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം വാങ്ങിയ പണം, അത് ശമ്പളമാണെങ്കിലും ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ആണെങ്കിലും തിരികെ സർക്കാരിനെ ഏൽപ്പിക്കൂ. എന്നിട്ട് ഈ പോലീസിനെതിരെ ഘോരഘോരം വിളിച്ചോളൂ, പോലീസ് നമുക്ക് പുല്ലാണ് എന്ന്.